നമസ്കാരം. ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭർത്താവ് ജീവനൊടുക്കി. പാലക്കാട്ട് ആണ് സംഭവം. കോയമ്പത്തൂര് സ്ഥിരതാമസമായിരുന്ന കൃഷ്ണകുമാരും ഭാര്യ സംഗീതയുമാണ് മരിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിലെ വീട്ടിൽ വെച്ച് ഭാര്യ സംഗീതയെ കൃഷ്ണകുമാർ വെടിവെച്ച് കൊന്നതിന് ശേഷം തൻ്റെ വീടായ പാലക്കാട് വണ്ടാരിയിൽ വന്ന് വയ്യാതിരിക്കുന്ന പിതാവിൻ്റെ മുന്നിൽ വെച്ച് എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച് മരിക്കുകയായിരുന്നു. ഭാര്യയായ സംഗീതയ്ക്ക് മറ്റൊരു ആൺസുഹൃത്തുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഇയാൾ ഉന്നയിച്ചിരുന്നു. ബാക്കിയുള്ള സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. സംഗീതയെ താൻ കൊലപ്പെടുത്തുമെന്നും വാട്സപ്പിലൂടെ ഭീഷണി മുഴക്കിയിരുന്നു. ഈ സംഗീതയ്ക്ക് കൃഷ്ണകുമാറിനും 2 പെൺമക്കളാണ് ഉള്ളത്. ആ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ കഷ്ടത്തിൽ ആയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം പാലക്കാട് വണ്ടാരിയാണ്. അവിടെ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായതിനാൽ എയർ പിസ്റ്റൾ പിതാവിന്റെ ലൈസൻസിലുള്ള എയർ പിസ്റ്റൾ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഭാര്യയെയും സ്വയം ജീവൻ ഒടുക്കുകയും ചെയ്തത്. ആദ്യം കോയമ്പത്തൂര് പോയി മക്കൾ 2 പെൺമക്കൾ സ്കൂളിൽ പോയതിനു ശേഷം ഭാര്യയുമായി വഴക്കുണ്ടാക്കുകയും ഭാര്യയെ വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു ചെയ്തത്. അതിനുശേഷം പാലക്കാട് തൻ്റെ വീട്ടിലെത്തി വയ്യാതിരുന്ന അച്ഛൻ്റെ മുന്നിൽ വെച്ച് കൃഷ്ണകുമാർ സ്വയം വെടിയുതിർത്ത് മരിക്കുകയായിരുന്നു. ഇവർ കോയമ്പത്തൂര് സെറ്റിൽഡാണ്. പിതാവിന് വയ്യാത്തത് കാരണം കൃഷ്ണകുമാർ പാലക്കാട് വണ്ടാരിയിൽ എത്തിയതാണ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.